ക്രിസ്റ്റോ തോമസ് രചനയും സംവിധാനം നിർവഹിച്ച് ഉർവശി, പാർവതി തിരുവോത്ത്, അലൻസിയർ, പ്രശാന്ത് മുരളി, പിന്നെ മഴയും മ്യൂസിക്കും പ്രധാന കഥാപാത്രങ്ങളായ ഏറ്റവും പുതിയ ചിത്രമാണ് ഉള്ളൊഴുക്ക്. ഈ സിനിമയുടെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഇത് മനുഷ്യന്റെ ഉള്ളിലെ ചിന്തകളുടെ ഒഴുക്ക് ഒരു മഴയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു പോകുന്ന ഒരു ഇമോഷണൽ ഡ്രാമയാണ്. സിനിമയുടെ പ്രധാന ആകർഷണ ഘടകം ഈ സിനിമയുടെ പ്ലോട്ട് തന്നെയാണ്. തന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ അരങ്ങേറുന്ന സംഭവങ്ങളാണ് സിനിമയിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു കാലാവസ്ഥ മാറ്റം കാരണം അല്ലെങ്കിൽ ഒരു കനത്ത മഴ കാരണം മകന്റെ ശവസംസ്കാര ചടങ്ങുകൾ മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ അവസ്ഥ. ആ ഒരു സമയത്ത് തന്നെ ആ കുടുംബത്തിലെ മറ്റു വ്യക്തിത്വങ്ങൾ, അമ്മയായാലും ഭാര്യയായാലും അതുപോലെ തന്നെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ മറ്റു റിലേറ്റീവ്സ് ആയാലും അവർ തമ്മിലുള്ള ആ ബന്ധങ്ങളുടെ ഡൈനാമിക്സ് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണിത്. എൻ്റെ ഉള്ളിൽ ആ പ്രേക്ഷകന് ഒരു 80 to 85% സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രധാന ക്യാരക്ടേഴ്സിന് പുറമെ മഴയും അതുപോലെ തന്നെ മ്യൂസിക്കും ഇതിലൊരു പ്രധാന പാർട്ട് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എസ്പെഷ്യലി മഴ, ഓരോ ക്യാരക്ടറിന്റെയും ആ ഒരു ഇമോഷണൽ ആസ്പെക്ട് പറഞ്ഞു പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ആ മഴയുടെ താളം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നും. കാരണം ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെയാണ് ഓരോ വ്യക്തിയുടെ ചിന്തകളും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ആ സമയത്ത് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു വികാരത്തിന്റെ ആ ഒരു തീവ്രത നമ്മുടെ പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മനോഹരമായിട്ട് ആ മഴയുടെ അന്തരീക്ഷം ഷൂട്ട് ചെയ്ത് വെക്കാനും അതിന്റെ ആ ഒരു സൗണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിലും സംവിധായകൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. മ്യൂസിക്കും ഓരോ ക്യാരക്ടറിനും അവരുടെ ആ ഒരു ആക്ടിങ് അന്തരീക്ഷം ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മ്യൂസിക്കിന്റെ സപ്പോർട്ടും വന്നിട്ടുള്ളത്. ഈ സിനിമയിലെ മറ്റൊരു ആകർഷണീയ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ വികാരങ്ങളുടെ ഒരു സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ നോ ഹ്യൂമൻ ഈസ് ഫുള്ളി റൈറ്റ് ആൻഡ് നോ വൺ ഈസ് ഫുള്ളി റോങ്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. എല്ലാവരും ബിലോങ്സ് ടു ഒരു ഗ്രേ ഷെയ്ഡ് ഓഫ് സ്പെക്ട്രം. എല്ലാ മനുഷ്യന്റെ കയ്യിലും നന്മയുണ്ട്, ചീത്തയുണ്ട്. ആ ഒരു സംഭവം വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ ക്യാരക്ടറിലും ഈ സിനിമയിൽ നന്മയുണ്ട്, എല്ലാ ക്യാരക്ടറിലും തിന്മയുമുണ്ട്. പക്ഷെ അവർ ആ ഒരു നന്മ തിന്മ ബാലൻസ് വരുന്ന ആ ഒരു സാഹചര്യം എന്താണെന്നുള്ളതിന്റെ ഒരു തുറന്നു കാട്ടലാണ് ഈ സിനിമയിലെ കഥാസന്ദർഭങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും അവരുടേതായ റോളുകൾ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഉർവശി ചേച്ചിയുടെ കാര്യമൊന്നും പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നെ ഏറ്റവും കൂടുതൽ വണ്ടറടിപ്പിച്ച ഒരു പ്രകടനം പ്രശാന്ത് മുരളിയുടേതാണ്. ഈ സിനിമയുടെ ആ ഒരു കാതലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. വളരെ സിക്കായിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ ആ മാനറിസങ്ങളും അദ്ദേഹത്തിന്റെ ആ വോയിസിൽ വരുന്ന ആ ചേഞ്ചസും മുഖത്തെ ഭാവങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഒപ്പിയെടുക്കാനും അത് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാനും നമ്മുടെ പ്രശാന്ത് മുരളി എന്ന് പറഞ്ഞ ആക്ടർക്ക് വളരെ മനോഹരമായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ പാർവതിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വടക്കൻ സെൽഫിയിലെ നിവിൻ പോളി പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കേട്ട് കേട്ട് മടുത്ത് എന്ന് പറയില്ല, അതേപോലെ തന്നെ പാർവതിയുടെ ഈ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് കണ്ട് മടുത്ത് എന്ന് പറയുന്ന പോലെ ആണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അതിപ്പോ മുന്നത്തെ അദ്ദേഹത്തിന്റെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആർക്കറിയാം, ടേക്ക് ഓഫ്, ഉയരെ, പുഴു, ഈ പറയുന്ന എല്ലാ സിനിമകളിലും ഏകദേശം ഒരേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ പാർവതി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ക്യാരക്ടറിന്റെ ഇമോഷൻസ് പാർവതി ഡെലിവറി ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ആ ഒരേ സ്കെയിലുള്ള ആ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ആ ഒരു മടുപ്പ് എനിക്ക് തിയേറ്ററിൽ ഇരുന്നപ്പോൾ തോന്നി. ഇനി വരും സിനിമകളിലെങ്കിലും പാർവതിയുടെ സൈഡിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ പ്ലസന്റ് ആയിട്ടുള്ള, സന്തോഷവതിയായിട്ടുള്ള അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ചെയ്യാൻ പാർവതി ഇനി ശ്രമിക്കണമെന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രഫിയുടെ ആ വശത്തേക്ക് വരികയാണെങ്കിൽ ഒരു സിനിമ മൊത്തം നടക്കുന്നത് ഓൾമോസ്റ്റ് മെജോറിറ്റി ഓഫ് ദ പോർഷൻസ് ഒരു കൺസ്ട്രെയിൻഡ് സ്പേസിലാണ്, ഇൻസൈഡ് ദ ഹൗസ്. ഒരു വീടിനുള്ളിൽ ഒരു ചെറിയ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് നടക്കുമ്പോൾ ആ ഒരു ക്യാമറ മൂവ്മെന്റ്സിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ
നമുക്ക് ആ ക്യാമറ ഇവിടെ വെച്ചത് എന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് സിനിമാറ്റോഗ്രഫി ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി ക്ലൈമാക്സിൽ ഒരു ഷോട്ട് വരുന്നുണ്ട്, ഉർവശിയും പാർവതി കൂടെ തോണിയിൽ പുഴയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സീനാണ്. അത് വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അത് ഫസ്റ്റ് ഫ്രെയിമിൽ കാണിക്കുന്ന സമയത്ത് മഴയില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പിന്നെ തോണി പോകുന്നതിനനുസരിച്ച് ക്യാമറ സൂം ഔട്ട് ചെയ്ത് വരുമ്പോൾ നാച്ചുറലി മഴ പെയ്യുന്ന ഒരു കണ്ടീഷൻ, ഒരു വൈഡ് സ്പേസിൽ മഴ പെയ്യുന്ന ഒരു കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. അത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഷോട്ടായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലൊരു പുതുമയുള്ള ഒരു കാര്യം സിനിമയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എക്സ്ട്രാ മറൈറ്റൽ അഫയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് അതിനുള്ളത്. ആ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഓൺലി ആൻഡ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ആ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ്. ആ ഒരു സംഭവത്തിലോട്ട് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ മറൈറ്റൽ അഫയേഴ്സ് എന്നുള്ള ആ ഒരു സംഭവത്തിനെ കണക്ട് ചെയ്യുക. പക്ഷെ അങ്ങനെ മാത്രമല്ല, എങ്ങനെയാണ് ആ ഒരു വ്യക്തിയുടെ ആ ഇമോഷണൽ സൈഡ് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് എന്നുള്ള ഭാഗം ഒരു സ്ത്രീയുടെ കണ്ണിലൂടെ, അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ സൈഡിലൂടെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു പോവാന് സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു പുതുമയുള്ള കാര്യം തന്നെയാണ്, എസ്പെഷ്യലി ഇൻ മലയാള ഫിലിം ഇൻഡസ്ട്രി. പിന്നെ പാർവതി തിരുവോത്ത് ഇതിലെ മെയിൻ ലീഡായി വരുന്ന സമയത്ത് നമ്മൾ നോർമലി നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും അദ്ദേഹം ഈ സിനിമയിൽ കണ്ടിട്ടുള്ള ആ ഒരു സംഭവം എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ക്ലീഷേഡ് ഒരു പോർഷൻ ക്ലൈമാക്സിന് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. കാരണം ഇതില് നമ്മുടെ പാർവതി തിരുവോത്തിന്റെ ആ കാമുകനെ പോർട്രേ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എടുത്തു വെച്ചിരിക്കുന്ന സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്ന ആ രീതി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ പറയാൻ ഒരു സാധ്യത ഇല്ല എന്ന് പറയുന്ന ഒരു ഡയലോഗ് അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്കത് വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് തോന്നും. അതൊന്ന് മാറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്ന് തോന്നുന്നു. ആ ഒരു ക്ലീഷേ ബ്രേക്കിംഗ് സംഭവം അവിടെ നടന്നേനെ. എന്നിരുന്നാലും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡിസപ്പോയിന്റ്മെന്റ് തരുന്ന ഒരു സിനിമ ഒന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 80 to 85% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലെയുള്ള ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഓക്കെ, ബൈ.